SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, പ്രത്യേക തീവ്ര പരിഷ്കരണ പദ്ധതി. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. 2004 വോട്ട് ചെയ്തിട്ടുള്ളവർക്ക് 10-21 വർഷത്തെ മുമ്പുള്ള ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഒന്നുകിൽ അതിൽ പേര് വേണം, അല്ലെങ്കിൽ അതിൽ പേരുള്ളവരുടെ ബന്ധുക്കൾ, അതായത് ഇപ്പം പുതിയതായിട്ട് ചേർക്കുന്നവരുടെ ബന്ധുക്കൾക്ക് അതിൽ പേര് വേണം. അപ്പോൾ എന്തൊരു റെഫറൻസ് അതിൽ വേണം എന്നേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് റിവൈസ് ചെയ്തു. ഇത് വന്നപ്പോൾ തന്നെ ബീഹാറിൽ ഇത് വന്നു, വലിയ ചർച്ചയായി. 10-65 ലക്ഷം ആളുകൾ പുറത്തായി, പിന്നെ അത് 25 ലക്ഷമായി, വലിയ വിഷയമായി. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിതീഷ് കുമാർ അധികാരത്തിൽ വന്നു, വോട്ട് ചാരി, വോട്ട് ചോർച്ച എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം രാഹുൽ ഗാന്ധി ഉണ്ടാക്കി. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ഏറ്റില്ല, കഥ ഏറ്റില്ല. അത് കഴിഞ്ഞിട്ടാണ് ബംഗാളിൽ വലിയ വിഷയമായി SIR. 1 കോടി ആളുകളാണ് പുറത്തു പോയിരിക്കുന്നതാണ് മമതാ ബാനർജി പറയുന്നത്. പക്ഷെ ബംഗാളിന്റെ മറ്റൊരു പ്രശ്നം, ധാരാളം അഭയാർത്ഥികളെ പോലെ ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ് ബംഗാളിൽ കയറുന്നത്. അത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, SIRമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. എന്തായാലും 1 കോടി ആളുകൾ പുറത്തായെന്നാണ് ബംഗാൾ മമതാ ബാനർജിയുടെ പരാതി. ഇവിടെ കേരളത്തിൽ 25 ലക്ഷം ആളുകൾ പുറത്തായെന്നാണ് കേരള സർക്കാരിന്റെ പരാതി. അങ്ങനെ സുപ്രീം കോടതി പോയി കേരള സർക്കാർ. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഈ SIR നിർത്തിവെക്കണമെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി പോയത്. പക്ഷെ SIR നിർത്തിവെക്കാനൊന്നും പറ്റത്തില്ല, നടക്കട്ടെ. അതേസമയം സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന് ഒരു ഡയറക്ഷൻ കൊടുത്തു. ഉത്തരവല്ല, ഒരു ഡയറക്ഷൻ, ഒരു നിർദ്ദേശം, ഒരു സജഷൻ കൊടുത്തു. നിങ്ങളുടെ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ, അതായത് ഒരു അനുഭാവപൂർവം കേരള സർക്കാരിന്റെ ഈ പരാതി, 25 ലക്ഷം പേര് ഔട്ടായി പോകുമെന്നുള്ള പരാതി കേൾക്കണം, അതിന് പരിഹാരം കാണണം. ആരും ഒരാൾ പോലും അർഹതയുള്ള ഒരു വോട്ടർ പോലും വോട്ട് കിട്ടാതെ പോകരുത് ഈ SIRന്റെ പേരിൽ എന്നൊരു ഡയറക്ഷൻ, ഒരു സജഷൻ, ഒരു ഒപ്പീനിയൻ സുപ്രീം കോടതി പറഞ്ഞു. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ഈ 140 കോടി വരുന്ന, 150 കോടി വരുന്ന ആളുകളിൽ 18 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിൽ ഒരാളിന് പോലും വോട്ട് കിട്ടാതിരിക്കരുത്. അത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ബാലപാഠം, അല്ലെങ്കിൽ അടിസ്ഥാനശില വോട്ട് തന്നെയാണ്. അവിടെ പിന്നെ വേറെ മറ്റ് മാർഗങ്ങൾ യാതൊന്നുമില്ല. അതേസമയം ഈ ഇരട്ട വോട്ടിന്റെ വിഷയങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോയി 6 മാസം കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ അവിടെ വോട്ട് ചേർത്ത് മറ്റിടത്ത് 2 വോട്ടുള്ള വിഷയങ്ങളുണ്ട്. പർപ്പസായി ഈ BLOമാരും മറ്റുള്ളവരും, ഭൂരിപക്ഷം അങ്ങനെയല്ല, എന്നാലും ഒരു ന്യൂനപക്ഷമെങ്കിലും പർപ്പസായി അവർക്ക് വേണ്ടപ്പെട്ട ഭരണകൂടത്തിന് ആവശ്യമായ ആളുകളെ ചേർക്കുക, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടികൾക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുക, നിഷ്പക്ഷരായ ആളുകൾ വെട്ടിക്കളയുക വോട്ട്, ഇങ്ങനെ ഒരുപാട് ജഗപൊകകൾ നടക്കുന്നതാണ് SIRനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ഒരാളിനും, അർഹതയുള്ള ഒരാളിനും വോട്ട് കിട്ടാതെ പോകരുത്. ഇതാണ് സുപ്രീം കോടതിയുടെ വാദം. അപ്പൊ തീർച്ചയായിട്ടും വലിയ തോതിലാണ് ഈ SIRന്റെ പരിപാടി നടക്കുന്നത്. ഇതിന്റെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ വലിയ വിവാദവും തർക്കമൊക്കെ ഉണ്ടായി. ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ 2004 എവിടെയായിരുന്നു വോട്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ എന്നൊരു ഹിമാലയൻ ടാസ്ക്കാണ്. ഈ സൈറ്റിൽ കയറിയ പലപ്പോഴും സൈറ്റ് കിട്ടാറില്ല, കിട്ടിയാൽ തന്നെ അത് ഒരു ഓർമ്മ വെച്ച് ഊഹം വെച്ചൊക്കെ അടിക്കണം, കുറച്ചൊരു പണിയുണ്ട് അതിനകത്ത്. അതേസമയം സ്ഥിരമായി താമസിച്ചിരുന്ന ആളാണെങ്കിൽ അയാളെ വീട്ടു അഡ്രസ് വെച്ച് അടിച്ചു നോക്കിയാൽ പറ്റും. പക്ഷെ വാടകയ്ക്ക് മാറി മാറി താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പല വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ചൊരു ടാസ്ക് ഉണ്ട് അതിനകത്ത്. പക്ഷെ എന്തായാലും അത് കണ്ടുപിടിച്ച് ഒരുപാട് പേര് അപ്ലൈ ചെയ്തു. അപ്പോഴും 10-25 25 ലക്ഷം ആളുകൾ ഇതിനകത്ത് പുറത്ത് നിൽക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ അത് ശരിയല്ല. ഒരാൾ പോലും പുറത്ത് നിൽക്കാൻ പാടില്ല. ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവകാശമാണ്, ഭരണഘടന നൽകുന്ന മനുഷ്യന്റെ ഒരു മൗലികമായ അവകാശമാണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. അപ്പോൾ തീർച്ചയായിട്ടും അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ അവസരം കൊടുക്കുക. അതിന്റെ ഡേറ്റ് ഒന്നും വെച്ചത് കട്ട് ചെയ്ത് പോകരുത്. അവസാന റൗണ്ടിലും, അതായത് ഓരോ പ്രദേശത്തും ആളുകളുടെ അവസാനത്തെ റൗണ്ടിലും ഇറങ്ങി വോട്ട് ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. വോട്ട് ഒരു മാൻഡേറ്ററി ആക്കണം. മറ്റ് വിഷയങ്ങൾ പോലെ തന്നെ വോട്ടിനെ ഒരു മാൻഡേറ്ററി ആക്കി വോട്ട് ചെയ്യുന്നതും മാൻഡേറ്ററി ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആളുകൾ ഇപ്പൊ 70% വോട്ട് ചെയ്തോളൂ, 30% വോട്ട് ചെയ്തില്ല. 30% വോട്ട് ചെയ്തിരിക്കുമ്പോൾ പിന്നെ 70-ൽ 36% വരുന്നവർ വരും. അപ്പൊ 36+ വോട്ട് ചെയ്യാത്ത 30 എടുക്കുമ്പോൾ 66% ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വോട്ട് ഒരു വശത്തും പ്രതിപക്ഷത്തും ബാക്കി 35% ആളുകൾ, അല്ലെങ്കിൽ 33% ആളുകൾ, 36% ആളുകളാണ്, 35% ആളുകളാണ്
അധികാരത്തിൽ വരുന്നത്. അവർക്ക് വേണ്ടപ്പെട്ടവരാണ് അധികാരത്തിൽ വരുന്നത്, അത് തിരഞ്ഞെടുക്കുന്നവരാണ്. ഇതൊന്നും ജനാധിപത്യത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായി നിൽക്കുകയാണ്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും SIR-ൽ വളരെ ഗുരുതരമായ ഒരുപാട് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ് കോൺഗ്രസും BJP വിരുദ്ധ സംസ്ഥാന ഗവൺമെന്റുകളും, അത് CPM ആവട്ടെ, അതുപോലെ തന്നെ പഞ്ചാബിലെ ആം ആദ്മി ആവട്ടെ, അതുപോലെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ആവട്ടെ, ബംഗാളിലെ മമതാ ബാനർജി ആകട്ടെ, ആരായാലും വിവിധ മുഖ്യമന്ത്രിമാർ ഉയർത്തിവിടുന്നത് അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഉയർത്തിവിട്ടിരിക്കുന്നത്. അതിനെ തരണം ചെയ്യുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമായ നടപടി എടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ജനുവരിയിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, ലിസ്റ്റ് വന്ന് ഡിസംബർ ജനുവരി വരെ ഇതിനകത്ത് ആക്ഷേപം കൊടുക്കാനുള്ള ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് ഫൈനൽ ലിസ്റ്റ് വരിക. ഫൈനൽ ലിസ്റ്റ് വന്നാലും, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഫൈനൽ ലിസ്റ്റ് വന്നാലും അത് പബ്ലിഷ് ചെയ്യണം. ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ആളുകൾ കെയർ നോക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അതാത് സ്ഥലത്തെ വോട്ടർമാരെ കൃത്യമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന ഇനിയും ആരെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ലെങ്കിൽ അവർക്ക് കൂടി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ഒരു അവസരം ലാസ്റ്റ് സ്പെല്ല് എന്നുള്ള നിലയിൽ കൊടുക്കണം. എന്തായാലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫെബ്രുവരിയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലാക്കണം. അതിൽ വന്നാൽ മാത്രമേ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. വോട്ടെന്ന് പറയും, ഇപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. BM ബിനുവിന് സംവിധായകൻ BM ബിനുവിന് വോട്ടില്ലാത്തതുകൊണ്ട് കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പറ്റിയില്ല. അങ്ങനെ എത്രയോ ആളുകൾക്ക് വോട്ടില്ലാത്ത ഒരു കാഴ്ചപ്പാട് ഓരോ തെരഞ്ഞെടുപ്പിലും സെലിബ്രിറ്റികൾക്കും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഒക്കെ വോട്ടില്ലാത്ത ഒരു സ്ഥിതി വരും. സാധാരണക്കാർക്കായാലും അത് കറക്റ്റാണ്. മറ്റേതാണ് വാർത്തയാവുന്നത്, ഇത് വാർത്തയാവുന്നില്ല. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടില്ലാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ പരാതി അനുസരിച്ച് 25 ലക്ഷം ആളുകൾക്കാണ് വോട്ടില്ലാത്തത്. അത് കൃത്യമായി മാറും എന്ന് നമുക്ക് കരുതാം. സുപ്രീം കോടതി വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ അനുതാപപൂർവ്വം പരിഹരിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും SIR-ൽ ഒരു വലിയ പരിവർത്തനം നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കുറച്ച് തിരക്ക് കഴിഞ്ഞു കാണും. അപ്പോൾ അവർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെയും എല്ലാവരും ആരോടെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പുകളിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയൊക്കെ ഇട്ടുകൊണ്ട് പരമാവധി ആളുകളെ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഒരാൾ പോലും മാറിപ്പോകരുത്, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഒരാളെ പോലും നമുക്ക് ഒഴിവാക്കരുത്. ജനങ്ങൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നടക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ അവരെ എല്ലാവരെയും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണം. അതിനുള്ള സ്ട്രാറ്റജികൾ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരും, അല്ലെങ്കിൽ നടപ്പിലാക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.